Hello guys, today we are making thala curry. Yes guys, നമ്മളെല്ലാം അരിഞ്ഞിരിക്കുകയാണ്. സവാള, തക്കാളി, കറിവേപ്പില, കുറച്ച് മുരിങ്ങയ്ക്ക, ഉള്ളി. ദിസ് ഈസ് കുടംപുളി, നൈസ് പുളി, വടക്ക് രണ്ടും ചേർത്തിട്ടുണ്ട്. കൂടുതൽ കുടംപുളിയാണ്. ഞാൻ ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയുണ്ട്. മീൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി നീറ്റ് മീൻ. ഇറ്റ്സ് വെരി ടേസ്റ്റി. ഹോപ്സം ഈ ഫിഷ് കറിയാണ്. ഫിഷ് കറി തല. ഗൈസ്, നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഏകദേശം 2 ടേബിൾ സ്പൂൺ. ഓക്കെ, ലെറ്റ് ഇറ്റ് heat up babies. Ivana, Rosie, we are making thala curry. Okay, good. Okay. Okay guys, എണ്ണ hot ചൂടായിട്ടുണ്ട്. Let's put കടുക്. Okay, കടുക് is very important. It's a black gold babies. Babies. Okay. ഇനി കുറച്ച് കറിവേപ്പില, then വറ്റൽ മുളക്. ഓക്കെ, തണ്ട് മറക്കരുത്. തണ്ട്. ഓക്കെ ഓക്കെ, നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വെച്ചത് ലെറ്റ്സ് പുട്ട്. ഓക്കെ, ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമ്മുടെ ടേസ്റ്റ് മേക്കർ. ഓക്കെ, നല്ലതായിട്ട് ഗൈസ്, നമ്മൾ കുറച്ച് കുരുമുളക് കൂടി ഇടണം, പൊടിക്കാത്തത്. ദെൻ ഉള്ളി, ഓക്കെ, ഞാൻ പച്ചമുളക്. ഇത് കുറച്ചൊന്ന് വഴറ്റിയിട്ട് നമുക്ക് തക്കാളി ചേർക്കാവുന്നതാണ്. നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈലാണ്. പിള്ളേ ഫിഷ് കറിയാണ്. ഹോപ്പ് യു ഓൾ ലൈക്ക്. ഗൈസ്, കുറച്ച് ഉള്ളി വഴറ്റിയിട്ടുണ്ട്. കുറച്ച് ഉപ്പൂടെ ഇടാം. ഇപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടാം. ഓക്കെ, പിന്നെ ആവശ്യത്തിൽ നോക്കിയിട്ടിടാം. കുറച്ചുകൂടെ വഴറ്റിയിട്ട് നമുക്ക് തക്കാളിയും മുരിങ്ങയ്ക്കയും ചേർക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, നമ്മളിനി തക്കാളി ചേർക്കുന്നു. ബാക്കി കറിവേപ്പില ആൻഡ് മുരിങ്ങയ്ക്ക. ഓക്കെ ഗൈസ്. ഓക്കെ ഗൈസ്, ഉള്ളി വഴറ്റിയിട്ടുണ്ട്. നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. ഏകദേശം ഒരു 1/4 സ്പൂൺ ഇട്ടാൽ മതി. ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇടും. 1.5 ടേബിൾ സ്പൂൺ ഇട്ടു. ഓക്കെ, സാധാ മുളക് പൊടി 1/2 ടീസ്പൂൺ. പിന്നെ നോക്കിയിട്ടിടാം. ഓക്കെ, പിന്നെ കുരുമുളക് 1 ടേബിൾ സ്പൂൺ. പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഒരു മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ. ഓക്കെ ഓക്കെ, നല്ലതായിട്ട് മസാല കരിഞ്ഞു പോരുത്. ലോ ഫ്ലെയിമിൽ വയ്ക്കുക. നല്ലതായിട്ടൊന്ന് മൂക്ക് കൊത്തി വെച്ചോ. ബിക്കോസ് ദർ ഇസ് എ ചാൻസ് ഫോർ ആച്ചി. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മളിനി പുളി ചേർക്കാൻ പോകണം. പുളി ഞാൻ നേരത്തെ ഒരു 1/2 hour മുമ്പ് വെള്ളത്തിട്ട് വെച്ചിരുന്നു. നല്ലതായിട്ട് ഞെരട്ടിയിട്ട്. ഓക്കെ, അമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ കൈവച്ച്. പക്ഷെ നമ്മൾ കൈ വെച്ചാലും അടിയിൽ കൂടെ പോവും, ശ്രദ്ധിക്കരുത്. ഒരു കുടംപുളി ഇതിനകത്തിട്ടേക്കുക.
നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. ആ പൊടി ഒന്നുകൂടെ പിഴിഞ്ഞ് ഒഴിച്ചിരിക്കണം. ഓക്കെ, എഡ്ജസ് ഒക്കെ നല്ലതായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഈസ്റ്റാണ്ട് ഓക്കെ ഫിഷ് മസാലയോടെ ചേർക്കണം. ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ. ഇന്ന് നമ്മൾ വൈഫിനൊരു സർപ്രൈസ് കൊടുക്കുന്ന ഒരു തലക്കറി അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അമ്മയും വൈഫിനെയൊക്കെ ഹെൽപ്പ് ചെയ്യണ്ടേ, അവരൊന്നും നമുക്ക് വെച്ചിരുന്നില്ല. അതുപോലെ ജീവിച്ച് പോകണം. വി ഹാവ് ടു ഡു ദാറ്റ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. തിള വന്നിട്ട് മീൻ പൊടിച്ച തല. ഗൈസ്, ഇപ്പം നമുക്ക് തല ആഡ് ചെയ്യാം. ഞാൻ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന തല. ഫസ്റ്റ് മീൻ പൊടി. ഓക്കെ, സം ബ്രസിൽസ് പീസസ് ഉണ്ട്. ദാറ്റ് ഓൾസോ. ഓക്കെ ഗൈസ്, ഇനി കറി ഒന്ന് ജസ്റ്റ് വറ്റി വന്നാൽ മതി. ഒരു 5 to 10 മിനിറ്റ്സിൽ അടിപൊളി തലക്കറി റെഡിയാവും. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് നമ്മുടെ തലക്കറി റെഡി. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, ഒന്ന് കറക്കി എടുക്കുക. സ്വാദിഷ്ടമായ നിങ്ങളുടെ തലക്കറി റെഡി. I'm going to call my wife. Bye guys. ഇത് സെർവ് ചെയ്യുന്ന വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതിന് ബൈ.